നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. സംസ്ഥാനത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ട്രയൽ റൺ ഉദ്ഘാടനം എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഇതിനെ ചൊല്ലി വലിയ രാഷ്ട്രീയ വിവാദങ്ങളും ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്ക് നൽകണമെന്നുള്ള കാര്യത്തിലാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ പോർവിളിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ വിഷയം വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിനെ ഈ ചടങ്ങിലേക്ക്, ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ലായിരുന്നു. ഒപ്പം ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് മുഖ്യമന്ത്രി പരാമർശിക്കാതിരുന്നതും വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ട്. അജിൻസ്, വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു രാഷ്ട്രീയ നേതാവിനോ അവകാശപ്പെട്ടതാണോ? ഏത് വികസന പ്രവർത്തനത്തിലും ഒരു സർക്കാർ അതിൻ്റെ ഒരു ചർച്ച തുടങ്ങി വയ്ക്കും. പിന്നീട് വരുന്ന സർക്കാർ ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കും. അടുത്ത് വരുന്ന സർക്കാർ നടപ്പാക്കും. മറ്റൊരു സർക്കാർ ഉദ്ഘാടനം ചെയ്യും. അങ്ങനെയേ നടക്കുകയുള്ളൂ. അല്ലാതെ 5 വർഷം കൊണ്ട് പൂർത്തിയാവുന്ന പദ്ധതികളൊന്നും അല്ലല്ലോ ഈ വലിയ പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കരുണാകരൻ്റെ കാലത്ത് എം വി രാഘവൻ തുറമുഖ മന്ത്രിയായിരുന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ചിന്ത വരുന്നത്, അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുന്നത്. പിന്നീട് VS സർക്കാരിൻ്റെ കാലത്ത് അതിൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് പോയി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അതൊരു പുതിയ രൂപം വന്നു. പിണറായി വിജയൻ സർക്കാർ പൂർത്തീകരിച്ചു. അപ്പോൾ ഇത് ആർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ക്രെഡിറ്റ് എടുക്കുന്നത് തന്നെ മോശമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതെങ്കിലും തരത്തിൽ ഈ പദ്ധതി ഞങ്ങൾ കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ സൂത്രധാരൻ ഞങ്ങളാണ്, ഈ പദ്ധതി ഞങ്ങളാണ് പൂർത്തീകരിച്ചത് എന്നൊക്കെ പറയുന്നത് അല്പത്തരമാണ്. കാരണം ഇത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെയോ ഏതെങ്കിലും വ്യക്തികളുടെയോ ചിന്തയിൽ നിന്നുണ്ടാവുന്നതല്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരിടണം, ഉമ്മൻചാണ്ടിയാണ് ഇത് നടത്തിയതെന്ന് പറഞ്ഞ് UDF പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതിയുടെ പോരായ്മകൾ കൂടി ഉമ്മൻചാണ്ടിയും UDF ഏറ്റെടുക്കേണ്ടി വരും. പോരായ്മകളെന്ന് പറഞ്ഞാൽ ഇതിനെതിരെ വലിയ തോതിലുള്ള അഴിമതി ആരോപണം ഉയർന്നിരുന്നു. അഴിമതി ആരോപണം LDF ഉയർത്തിയത് മാത്രമല്ല, അതൊരു സീരിയസ് ആയ പ്രശ്നമാണ്. കാരണം ഇത് മുമ്പ് മറ്റൊരു കമ്പനിക്കാണ് ഏൽപ്പിച്ചത്. ആ കമ്പനിയെ ഏൽക്കുമ്പോൾ തന്നെ അതിന് അനുമതി ലഭിച്ചിരുന്നില്ല. പിന്നീടാണ് അദാനി വരുന്നത്. അദാനിക്ക് ഈ കരാർ ഒപ്പിടുന്ന ഈ കരാർ തന്നെ വലിയ തോതിൽ സ്റ്റേറ്റിന് നഷ്ടമാണ്. ഈ കരാർ തന്നെ സ്റ്റേറ്റിന് നഷ്ടമാണ്. അതിൻ്റെ കാരണം വെച്ചാൽ ഇതിലെ 64% തുകയും മുടക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. എന്ന് മാത്രമല്ല, ഈ കരാറിലെ വ്യവസ്ഥകൾ നോക്കുക. വരാൻ പോകുന്ന 40 വർഷം വരെ ഒരു രൂപ വരുമാനം ഈ സർക്കാരിന് കിട്ടില്ല. 6,000 കോടി രൂപയോളം മുടക്കിയ സംസ്ഥാന സർക്കാരിന് ഒരു വരുമാനവും ഫസ്റ്റ് 20 വർഷം ഒരു പൈസ പോലും കിട്ടില്ല. പിന്നെ ഈ മൊത്തം വരുമാനത്തിൻ്റെ 1% അടുത്ത 20 വർഷം കിട്ടുക. 40 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ 5,000 കോടി രൂപ 40 വർഷത്തേക്ക് നമ്മൾ വെള്ളത്തിലിട്ടിരിക്കുകയാണ്. അതായത് സംസ്ഥാനത്തിൻ്റെ പൊതുഖജനാവിൽ നിന്ന് 5,000 കോടി രൂപ എടുത്ത് വെള്ളത്തിലിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കരാർ വ്യവസ്ഥകൾ തന്നെ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാണെന്ന് പറയുമ്പോൾ, വിരുദ്ധമാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു കരാറാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് ഉമ്മൻചാണ്ടിയാണ് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഈ ആരോപണങ്ങൾ കൂടി അവർ ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ അദാനിക്ക് വേണ്ടി സംസ്ഥാനത്തിൻ്റെ എക്സ്ചക്കറിൽ നിന്ന് പണം ചെലവഴിച്ച് ഇങ്ങനെ നടത്തേണ്ടതുണ്ടോ? അന്ന് LDF ഉന്നയിച്ചിരുന്ന ഒരു ആരോപണം, പ്രധാനപ്പെട്ട ആരോപണം, എന്തിനാണ് ഇങ്ങനെ ഒരു കരാർ? കാരണം ഇതിന് പണം മുടക്കാനാണെങ്കിൽ ഇത് വിവിധ മേഖലകളിൽ നമുക്ക് ഇതിൻ്റെ പണം സ്വരൂപിക്കാൻ കഴിയും. ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുക, അല്ലെങ്കിൽ ബോണ്ട് ഇറക്കിയൊക്കെ പണം സ്വരൂപിക്കാൻ കഴിയുന്നതാണെന്ന് LDF ഉന്നയിച്ച ആരോപണം. ഇതൊരു കടൽ കൊള്ളയാണ് എന്ന് പറഞ്ഞിരുന്നതാണ് അന്ന് LDF. ഓക്കെ, അത് കടൽ കൊള്ളയാണെങ്കിൽ 2016 പിണറായി വിജയൻ അധികാരത്തിലെത്തുമ്പോൾ ആ കരാറുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ആ കരാറിൽ വേറെ നെഗോഷിയേഷൻ ശ്രമിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായ കരാറുള്ള ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് ഉറപ്പാണ്. പിന്നെ അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണെന്ന് UDF പറയുന്നതും അല്ല, ഞങ്ങൾക്കാണെന്ന് LDF പറയുന്നതിൽ എന്ത് സംസ്ഥാന താല്പര്യമാണുള്ളത്? ഞങ്ങളിത് വികസനം കൊണ്ടുവന്ന് LDF പറയുന്നതും അതല്ല ഞങ്ങളുടേതാണെന്ന് പറയുന്നതും നമ്മൾ അതിൻ്റെ മെറിറ്റാണല്ലോ നോക്കേണ്ടത്. മെറിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അദാനിക്ക് മാത്രം ലാഭകരമായൊരു പദ്ധതിയാണ്. അതുകൊണ്ട് ഞങ്ങളാണ് അദാനിയുടെ ആൾക്കാർ എന്ന് UDF LDF പറയുകയാണോ? അങ്ങനെയല്ല അതിനെ ചിന്തിക്കേണ്ടത്. നമ്മുടെ സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിന് അത്രമാത്രം അനുഗുണമാണ് ഈ പദ്ധതിയുടെ കരാർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കുകയല്ല, അതിൽ നാണം കെട്ട് തലകുനിച്ച് നിൽക്കുകയാണ് രണ്ട് മുന്നണികളും ചെയ്യേണ്ടത്. ഈ രണ്ട് സർക്കാരുകളും ചെയ്യേണ്ടത് അത് തന്നെയാണ് ചെയ്യേണ്ടതാണ്. ഇനി മറ്റൊരു കാര്യം, ഈ വിഴിഞ്ഞം പദ്ധതി ഇപ്പോൾ ഒരു തുറമുഖം വരിക, ഹൈവേസ് ഉണ്ടാവുക, എയർപോർട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വികസനത്തിന് നല്ലത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു വികസനം വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ഇപ്പോൾ ഇതോടുകൂടി കേരളം ഭയങ്കരമായിട്ട് മാറാൻ പോവാണ്. ഈ തുറമുഖം വന്നുകൂടി ഇനിയിപ്പോൾ കേരളം ഇത് നമ്മൾ 10-13 വർഷം മുമ്പ് വേറെ എടുത്ത് കേട്ടിരുന്നു. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ എന്ന് പറഞ്ഞാൽ 13 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത കമ്മീഷൻ ചെയ്ത ഒന്നാണ്. അന്ന് അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇവിടെ പ്രചരിപ്പിച്ചിരുന്നത് കേരളം ഇനി സിംഗപ്പൂർ പോലെയാകും. കാരണം സിംഗപ്പൂരാണ് ലോകത്തെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗപ്പൂർ പോലെയാകും കേരളം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സിംഗപ്പൂരും ആയില്ല. കാരണം
ഈ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന് വേണ്ടി ഉള്ള കുടിയൊഴിപ്പിക്കൽ നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ, മൂലമ്പള്ളിയിൽ ഉൾപ്പെടെയുള്ള. അപ്പോൾ അന്ന് 36 കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചിട്ടാണ് അവിടെ റോഡും റെയിലൊക്കെ പണിത്, ഈ തുറമുഖത്തേക്കുള്ള. അത് അന്ന് തന്നെ കേരളത്തിൽ വരുന്ന ഏറ്റവും വലിയ എമൗണ്ടുള്ള പദ്ധതിയായിരുന്നു വല്ലാർപാടം ട്രാൻസ്ഷിപ്മെൻറ്റ്. അത് വന്നതോടുകൂടി ഇത് എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഭയങ്കര ഇവിടെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായി മാറാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ 2024 വരെ നോക്കുകയാണെങ്കിൽ ഈ വല്ലാർപാടം തുറമുഖം, ആ തുറമുഖത്തിൽ എത്ര കണ്ടെയ്നർ വന്നു, അന്ന് പറഞ്ഞതുപോലുള്ള മദർഷിപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വർഷം ഏതൊരു മദർഷിപ്പ് വന്നു എന്ന് പറഞ്ഞു. ആ മദർഷിപ്പ് വരാൻ വേണ്ടി തന്നെ കപ്പൽ ചാനലിൻ്റെ ആഴം കൂട്ടി കൊടുത്തുകൊണ്ടേയിരിക്കണം. കാരണം അത് ഒരു പ്രകൃതിദത്ത തുറമുഖമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കപ്പൽ ചാനലിന് ആഴം കുറവാണ്. അതുകൊണ്ട് അങ്ങോട്ട് ഷിപ്പുകൾ വരുന്നില്ല. അതാണ് ഒരു കാരണം. മുമ്പ് കബോട്ടാഷ് നിയമത്തിലെ പ്രശ്നങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ട്, കബോട്ടാഷ് നിയമം ഭേദഗതി ചെയ്ത് കൊടുത്തിട്ട് പോലും അങ്ങോട്ട് കപ്പലുകൾ വരുന്നില്ല. 1. 2, അത് വരാത്തതിന് പലവിധ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം കൊച്ചിയുടെയും വിഴിഞ്ഞത്തിൻ്റെയും ഒരു പൊസിഷൻ, ഈ അന്താരാഷ്ട്ര കപ്പൽ ചാനലിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് അകത്തേക്കാണ്. അന്താരാഷ്ട്ര കപ്പൽ ചാനലുകൾക്ക് ഏറ്റവും എളുപ്പമുള്ള തുറമുഖം എന്ന് പറഞ്ഞാൽ കൊളംബോ തുറമുഖമാണ്. തൊട്ടടുത്തുണ്ട്, ശ്രീലങ്കയിലുണ്ട്. മറ്റൊന്ന് സിംഗപ്പൂരാണ്. സിംഗപ്പൂരും കൊളംബോയും ഉള്ളപ്പോൾ കുറച്ചുകൂടി അകത്തേക്കുള്ള കൊച്ചിയിലേക്കോ വിഴിഞ്ഞത്തേക്കോ മദർഷിപ്പുകൾ വരേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം കൊളംബോയിൽ മദർഷിപ്പുകൾ വന്നിട്ട് അവിടെ കണ്ടെയ്നർ ഇറക്കി ഫീഡർ ഷിപ്പുകൾ വഴി ബാക്കി എവിടേക്കും, ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏത് തുറമുഖത്തേക്കും കൊണ്ടാവുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് നിർബന്ധമായി മദർഷിപ്പുകൾ വിഴിഞ്ഞത്തേക്കും കൊച്ചിയിലേക്കൊക്കെ വന്ന് കണ്ടെയ്നറുകൾ ഇറക്കും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. അതുകൊണ്ട് വല്ലാർപാടം നമ്മുടെ മുമ്പിലുള്ളൊരു ഒരു എക്സാമ്പിളാണ്. ആ വല്ലാർപാടത്തിൻ്റെ അതേ ഗതി തന്നെയായിരിക്കും വിഴിഞ്ഞത്തും ഉണ്ടാവുക. അതിനപ്പുറം കൂടുതലായിട്ട് വല്ലാർപാടത്തേക്ക് എത്താത്ത കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് കൂടുതലായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൊളംബോ അവിടെ ഉള്ളതുകൊണ്ടാണ്. കൊളംബോയും സിംഗപ്പൂരും ഇതിനൊക്കെ അടുത്തായതുകൊണ്ട് തന്നെ കാര്യമായ ബിസിനസ് ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വികസനമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു തുറമുഖം ആവശ്യമാണ്. അത് ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാവുന്ന വലിയ കാര്യമാണ്. തുറമുഖങ്ങളുണ്ടാവണം, ഹൈവേകളുണ്ടാവണം, റെയിൽവേ ലൈൻ ഉണ്ടാകണം, ഇതൊക്കെ ഉണ്ടാവണം. പക്ഷേ അത് യഥാർത്ഥത്തിൽ അത് ആരുടെ ചെലവിലാണ് എന്നുകൂടി ആലോചിക്കണം. ഇപ്പോൾ മൂലമ്പള്ളിയിലെ 36 കുടുംബങ്ങളിൽ ഇനിയും പുനരധിവസിപ്പിക്കപ്പെടാതെ വഴിയാധാരമായി കിടക്കുന്ന കുടുംബങ്ങളുണ്ട്. അതുപോലെ തന്നെ വിഴിഞ്ഞത്ത് സംഭവിക്കുന്നതാണ്. അവിടുത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗം ഇല്ലാതായിക്കൊണ്ടാണ് അവിടെ ആ വികസനം വരുന്നത്. അവരുടെ പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? അവർക്ക് വേണ്ടി പുനരധിവാസ പാക്കേജ് നടപ്പാക്കിയിട്ടുണ്ടോ? പ്രഖ്യാപിച്ച സർക്കാർ നടപ്പാക്കാൻ കഴിഞ്ഞില്ല, പിന്നീട് വന്ന സർക്കാർ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടോ? അവരുടെ ഉപജീവന മാർഗ്ഗം നിലനിർത്തിക്കൊണ്ടാണോ ഈ കണ്ടെയ്നർ ടെർമിനൽ വരുന്നത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2, ഞാൻ വീണ്ടും പറയുന്നു, ഇത്രയും ഭീമമായ തുക ചെലവഴിച്ച് അത് അദാനിക്ക് മാത്രം, അദാനിക്ക് അവിടെയുള്ള ഭൂമി മുഴുവൻ തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. അവിടെ തുറമുഖം മാത്രമല്ല അദാനിയുടെ ബിസിനസ്, ആ ഭൂമി മുഴുവൻ മറ്റു ചില ആവശ്യങ്ങൾക്ക് അവർ ഉപയോഗിക്കും. അപ്പോൾ അദാനിക്ക് മാത്രം ഉപകാരപ്പെടുന്ന ഒരു വികസനത്തെ അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് ഇരു മുന്നണികളും പരസ്പരം എട്ടുകാലി മുമ്മുഞ്ഞുമാരാവുന്നത് അപഹാസ്യമാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് കൊണ്ട് സർക്കാരിനൊരു ഗുണമില്ലേ? ഈ പ്രൊജക്റ്റിൻ്റെ നേട്ടം ആർക്കാണെന്ന് ചോദിച്ചാൽ അദാനിക്കാണ് എന്നാണ് കാണാൻ പറ്റുന്ന കാര്യം. അതെന്തുകൊണ്ടാണ് അദാനിക്ക് നേട്ടം ഉണ്ടാകുന്നത് എന്ന് കാണണമെങ്കിൽ നമ്മളിതിൽ ചരിത്രം പരിശോധിച്ച് നോക്കണം. രേഷ്മ, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര കൺസൾട്ടൻസി കമ്പനിയാണ് ആദ്യം ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് പഠിക്കുന്നത്. അവർ പഠിച്ചിട്ട് കൊടുത്ത റിപ്പോർട്ട് എന്നറിയാമോ? വിഴിഞ്ഞത്ത് പോർട്ടിൻ്റെ സാധ്യത ഫീസിബിൾ അല്ല, ഇങ്ങനെ ഒരു പോർട്ട് ഉണ്ടാക്കുന്നതാണ്. അതിനുശേഷം പിന്നീട് എയ്കോം എന്ന് പറഞ്ഞ കമ്പനി ഏൽപ്പിക്കുന്നു. സമാനമായ റിപ്പോർട്ടാണ് അവർ കൊടുക്കുന്നത്, ഇവിടെ ഇപ്പോൾ ഒരു പോർട്ടിൻ്റെ ആവശ്യമില്ലാന്ന്. പിന്നെ ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറഞ്ഞൊരു കമ്പനി ഏൽപ്പിക്കുന്നു. ആ കമ്പനിയും ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നു. അവരും പറയുന്നത് കാര്യമായ പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ്. എന്ന് വെച്ചാൽ ഒരു കമ്പനി അവിടെ വന്ന് ടെൻഡർ എടുത്ത് തുറമുഖം ഉണ്ടാക്കിയാൽ അത് ഒരു ന്യായമായ കരാറിന്മേൽ ആ കമ്പനിക്ക് ലാഭകരമായി കൊണ്ടു നടക്കാൻ പറ്റില്ല. എല്ലാ അർത്ഥത്തിലുള്ള പരിശോധനയ്ക്ക് അവസാനം ഇത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് കണ്ടു. ഏതാണ്ട് 4 നൂറ്റാണ്ട് കാലത്തിനപ്പുറമുള്ള കേരളത്തിൻ്റെ സ്വപ്നം സാധ്യമാകുന്നതാണല്ലോ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം. 4 നൂറ്റാണ്ടായി നടക്കാതിരുന്ന കാര്യമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കരാറാക്കിയതെന്ന്. ഈ 4 നൂറ്റാണ്ട് കാലം എന്തുകൊണ്ടാണ് ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് സത്യത്തിൽ നടക്കാതെ പോയത്? പല കുറി സംസ്ഥാന സർക്കാരുകൾ ആ പ്രോജക്റ്റുമായി മുന്നോട്ട് പോവുകയും അന്താരാഷ്ട്ര കമ്പനികളൊന്നും വന്ന് ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും ചെയ്തില്ല. കാരണം എന്താണ്? ന്യായമായ ഒരു കരാറിൽ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടപ്പിലാക്കിയാൽ ആ കമ്പനി പൂട്ടിപ്പോവും എന്നാണെന്നല്ല. അപ്പോൾ എന്തിന്നു? അങ്ങനെ ഇരിക്കെ ഗൗതം അദാനി വരുന്നു, നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ അവസാനത്തെ പ്രവാചകനായി വരികയാണ്. എന്തുകൊണ്ടാണ് എല്ലാ കമ്പനികളും ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി ഇവിടെ വർക്കാവില്ല എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് അദാനി ഏറ്റെടുക്കുന്നത് എന്തിനാണ്? അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 25 വർഷത്തെ കേരളത്തിൻ്റെ 4 നൂറ്റാണ്ട് കാലത്തെ സ്വപ്നം സാധ്യമാക്കുമെന്ന് പറഞ്ഞ് ഒപ്പിട്ട കരാർ അദാനിക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി ഉള്ള എല്ലാ തരത്തിലുള്ള വഴിഞ്ഞ സഹായവും ചെയ്തു കൊടുത്തു. നമുക്കെന്താണ് ഇടുന്നത്? ഒരു തുറമുഖം വരുന്നു എന്ന ഒരു മേനി, അതാണ് ശരിക്കും പറഞ്ഞത്. അതായത് 7525 കോടിയോ മറ്റുമാണ് ഈ പ്രോജക്റ്റിനാകെ കണ്ടിരിക്കുന്ന തുക. അതിൽ അദാനിയുടെ ചിലവത്തിനറിയോ 2500 കോടി രൂപയാണ്.
സംസ്ഥാന സർക്കാർ അതിൻ്റെ 3700 കോടി രൂപ അതിനുവേണ്ടി ചിലവാക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന പേരിൽ 1600 കോടി രൂപ. തുടക്കകാലത്തെ പ്രോജക്റ്റിൻ്റെ കണക്കാണ് ഇനി പറയുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാർ മൊത്തം പ്രോജക്റ്റിൻ്റെ ഇത്ര % കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് 3500 എബവ് പൈസ കൊടുക്കുന്നത്. അതിൽ തന്നെ CNTG കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട്. മൊത്തം ടോട്ടൽ പ്രോജക്റ്റിൻ്റെ പൈസ അദാനി കയറ്റി വെച്ചിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ നല്ലപോലെ പൈസ വിടുകയാണ്. അദാനിക്ക് കാര്യമായ ചിലവൊന്നും ഇല്ലെന്നാണ്. അങ്ങനെ നോക്കിയാൽ നമ്മൾ അബദ്ധത്തിൽ ഒരുപാട് പൈസ അധികം ചിലവാക്കിയിട്ടുണ്ട്. ഒന്ന്, പിന്നെ അജിംസ് നേരത്തെ പറഞ്ഞ പോലെ 130 ഏക്കർ ഭൂമിയാണ് തിരുവനന്തപുരം പോലെ സ്ഥലത്ത് അദാനിക്ക് ഇഷ്ടമുള്ള ഏർപ്പാട് നടത്താൻ, റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്താൻ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നത്. അദാനിക്ക് ഇഷ്ടം പോലെ അത് യൂട്ടിലൈസ് ചെയ്യാം. 130 ഏക്കർ ഭൂമി. മറ്റൊന്ന്, ഈ പ്രോജക്റ്റിന് 40 വർഷത്തേക്കാണ്. സാധാരണ നിലയ്ക്ക് ഇത്തരം പ്രോജക്റ്റുകൾ 30 വർഷത്തേക്കാണ് കൊടുക്കുക. 10 വർഷം കൂടെ നമ്മൾ അധികം അദാനിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് കരാർ. 30 വർഷം കഴിഞ്ഞ് ലാഭവിഹിതം തന്നാൽ മതി. അത് എത്രയാണ്? അല്ല, 15 വർഷം കഴിഞ്ഞ് ലാഭവിഹിതം തന്നാൽ മതി അല്ലേ? 20 വർഷം കഴിഞ്ഞ് ലാഭവിഹിതം തന്നാൽ മതി. ആ ലാഭവിഹിതം 20 വർഷം കഴിഞ്ഞ് എത്ര തരണം അറിയാമോ? 1%. നമ്മൾ ഇത്രയും പൈസ മുടക്കുന്ന, നമ്മളാണ് മേജർ ഇൻവെസ്റ്റർ. അത് 20 വർഷം കഴിഞ്ഞ് നമുക്ക് 1% ലാഭം തന്നാൽ മതി. ഇപ്പം നമ്മൾ 30 വർഷത്തേക്ക് കൂടി 10 വർഷത്തേക്ക് കൂടി എക്സ്റ്റൻഷൻ ഓൾറെഡി എഴുതി കൊടുത്തിരിക്കുകയാണ് അദാനിക്ക്. സാധാരണ അങ്ങനെ ചെയ്യാത്തതാണ്. ഇപ്പോൾ CNTG കണ്ടെത്തുന്ന പ്രശ്നങ്ങളാണിത്. ആ 10 വർഷം അദാനിയുടെ ലാഭം 3000 കോടി രൂപയാണ്. നമുക്ക് അപ്പോഴും നമ്മൾ കാത്തിരിക്കണം ഇത് സംഭവിക്കാൻ. എന്ന് മാത്രമല്ല, എഴുതി കൊടുത്തിരിക്കുന്നതിനകത്ത് ആവശ്യം വന്നാൽ വീണ്ടും ഒരു 20 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത കൂടി വെച്ചിട്ടാണ് അദാനി ഈ കരാർ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അദാനിക്ക് തിരുവനന്തപുരത്തെ കണ്ണായ സ്ഥലമെടുത്ത് കച്ചവടം ചെയ്യാനുള്ള ഏർപ്പാടിന് നമ്മൾ എല്ലാ തരത്തിലുള്ള സഹായവും ചെയ്തു കൊടുത്തു. ഗുജറാത്തിൽ അദാനി വൻതോതിലുള്ള കമ്പനികളും വലിയ വ്യവസായ സ്ഥാപനങ്ങളും കൊണ്ടുവന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ നരേന്ദ്രമോദി സർക്കാരും അതിനുശേഷമുള്ള BJP ഗവൺമെൻറ്റുകളും അവിടുത്തെ ആളുകളുടെ താല്പര്യങ്ങളെ നോക്കാതെ ഏക്കർ കണക്കിന് ഭൂമി തീരെഴുതി കൊടുത്തു. ആ ഭൂമി എടുത്തു വെച്ചിട്ട് അവർ നടത്തുന്ന കച്ചവടം, അതിൻ്റെ കൂടെ കുറേ വ്യവസായം എന്നൊക്കെയുള്ള വൈബ്രൻറ്റ് ഗുജറാത്ത് എന്ന് പറയുന്ന കുറേ നമ്പറുകളും. അപ്പോൾ അതുകൊണ്ട് ഈ കരാർ അടിമുടി സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് കണ്ടെത്തുന്നത് CNTG ആണ്. അതായത് സാമ്പത്തികമായി സർക്കാരിനൊരു ഗുണവും സത്യത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നതല്ല ഈ കരാറിന് CNTG എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഞങ്ങളാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്, ഞങ്ങളാണ് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ശിലയിട്ടത്, കല്ലിട്ടതെന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ ഈ പറയുന്ന മൊത്തം അസാധാരണത്തിൽ കൂടി അവരുത്തരം പറയേണ്ടതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെ കണ്ടിട്ടാണ് അന്ന് CPIM പിണറായി വിജയനൊക്കെ ഇത് അഴിമതിയാണ്, സംസ്ഥാന താല്പര്യത്തിനൊപ്പിച്ചല്ല ഈ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് അഴിമതിയാണ്, 6000 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ പറയുന്നത്. ആ പറഞ്ഞ പിണറായി വിജയൻ പക്ഷേ അവരധികാരത്തിൽ വന്നതിന് ശേഷം വികസനം എന്നതിനോട് ഞങ്ങൾ മുഖം തിരിഞ്ഞ് നിൽക്കുന്നവരല്ല. അപ്പോൾ അവർക്ക് ദേശീയപാതയുടെ കാര്യത്തിലായാലും ഗെയിലിൻ്റെ കാര്യത്തിലായാലും വൻകിട പ്രോജക്റ്റുകളായാലും വികസനത്തോട് ഞങ്ങൾ മുഖം തിരിഞ്ഞ് നിൽക്കുന്നവരല്ല. അതുകൊണ്ട് ഞങ്ങൾ പദ്ധതി നിർത്തിവെക്കണമെന്ന ആവശ്യം നേരത്തെ അവർ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനുണ്ടായത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഗൗതം അദാനിയും അദ്ദേഹത്തിൻ്റെ മകൻ കരൺ അദാനി അല്ലേ ഇന്ന് AK സെൻറ്ററിൽ വന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദാനിയോട് കർക്കശമായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായും ഒപ്പം തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക്കായും വിയോജിപ്പുകൾ ഉണ്ടായിട്ട് കൂടി വിഴിഞ്ഞം പദ്ധതിയിൽ നിന്നും കരാറിൻ്റെ തിരുത്ത് ആവശ്യപ്പെടണം എന്ന് സർക്കാരിന് തോന്നിയില്ല. എന്ന് മാത്രമല്ല, സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് ദിവസം പ്രതി ഇങ്ങോട്ട് നഷ്ടപരിഹാരം നൽകണമെന്ന വ്യവസ്ഥ ഉണ്ടായിട്ട് കൂടി അതിൽ ഈ സർക്കാർ ഫോഴ്സ് ചെയ്തില്ല. അങ്ങനെ ഓക്കെയും ഒപ്പമുള്ള കാരണങ്ങൾ പറഞ്ഞിട്ട് വല്ലാതെ നീണ്ടുപോയല്ലോ ഇത്. അപ്പോൾ നിയമപ്രകാരം തന്നെ, കരാർ പ്രകാരം തന്നെ നമുക്ക് അദാനിയെ നമ്മുടെ വരച്ച വരയിൽ നിർത്താനുള്ള വകുപ്പുണ്ടായിട്ട് സർക്കാർ ആ നിലയ്ക്ക് ഫോഴ്സ് ചെയ്തിട്ടില്ല എന്നുള്ള നമ്മൾ കാണുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇത് കേരളത്തിന് എന്തോ ഒരു മഹാകാര്യം 2 മുന്നണികൾ കൂടി ഇവിടെ കൊണ്ടുവന്ന് തന്നിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ പൊതുവികാരവും സംസ്ഥാനത്തിൻ്റെ ധനതാല്പര്യവും മാനിച്ചുകൊണ്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതി. അതിന് ഞാൻ ക്രെഡിറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഈ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്, ജനത്തിന് ചോദിക്കാനുണ്ട് എന്ന പോയിന്റിന് കൂടി അവർ ഉത്തരം പറയേണ്ടതാണ്. മറ്റൊന്ന്, ഓഫ് കോഴ്സ് നമ്മുടെ ഒരു അഭിമാന പദ്ധതിയാണ്, എത്രയോ കാലമായിട്ട് കേരളം സ്വപ്നം കാണുന്ന പദ്ധതിയാണ്. അത് കേരളത്തിൻ്റെ ഒരു വലിയ നാഴികക്കല്ലാണെന്ന് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അവകാശപ്പെടുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കുക, മുൻ മുഖ്യമന്ത്രിയുടെ പേര് പറയാതിരിക്കുക പോലെയുള്ള നമ്പറുകൾ അങ്ങേറ്റം ബാലിശമാണ്. അത് ബാലിശമാണ്. കേരളത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സംഗതികൾക്കും, നരേന്ദ്രമോദിയൊക്കെ അങ്ങനെയാണല്ലോ, എല്ലാ പ്രധാനപ്പെട്ട സംഗതികളും എന്നിൽ നിന്ന് പുറപ്പെട്ടതാണ്, ഞാനാണ് ശിലയിട്ടത്, ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതിന് ചിലപ്പോൾ മോദിജി വന്നതിനത് റഷ്യയിലോ മറ്റോ ആയിപ്പോയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു നല്ല സമീപനമല്ല. എത്രയോ ദീർഘകാലമായിട്ടുള്ള വിവിധ സർക്കാരുകളുടെ വിവിധ മുന്നണികളുടെ ഇൻവോൾവ്മെൻറ്റ് അതിനകത്തുണ്ട്. അപ്പോൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് കുറച്ചുകൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള, കുറച്ചുകൂടി മാന്യമായ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സമീപനം. അതർവൈസ് 6000 കോടിയുടെ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞ സംഗതി നിങ്ങൾ എന്തിനാണ് നടപ്പിലാക്കുന്നുള്ള ചോദ്യം ഇപ്പോൾ ചോദിക്കാം. അത് ചോദിക്കാതിരിക്കുന്നത് ഒരുതരം മാന്യതയാണ്. അപ്പുറത്തും ഇപ്പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനകത്ത് അവരെടുക്കുന്ന ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന
വാചകങ്ങൾക്കകത്തും അല്ലെങ്കിൽ ആയുധങ്ങൾക്കകത്തും പ്രശ്നമുണ്ട്. പക്ഷേ ഇത് എല്ലാവരെയും റെക്കഗ്നൈസ് ചെയ്യേണ്ട ഒന്നായിരുന്നു, എല്ലാവരെയും പരിഗണിക്കുകയും എല്ലാവരുടെയും പേര് മാർക്ക് ചെയ്ത് പോകേണ്ട ഒരു സന്ദർഭമായിരുന്നാണ് ഞാൻ കാണുന്ന കാര്യം. മറ്റൊന്ന്, ഈ നമ്മുടെ മത്സ്യബന്ധന മേഖലയ്ക്ക് അവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് അദാനിയുടെ ഈ പോർട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ എല്ലാ വികസന വഴികളിലും പരിസ്ഥിതി വാദത്തിൻ്റെ മുടന്തൻ ന്യായമായിട്ട് നിൽക്കുകയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ പ്രശ്നം അവിടെ ഉണ്ട്. 300ഓളം കുടുംബങ്ങളെ ടോട്ടൽ കുടിയൊഴിപ്പിച്ചിട്ടുണ്ട്. എവിടെയാണ്? ഈ വല്ലാർപാടത്ത്. ഡസൻ കണക്കിന് മദർഷിപ്പുകൾ ഓരോ വർഷവും വരാൻ പോകുന്നു. നമ്മൾ വികസനത്തിൻ്റെ പറുദീസയാവാൻ പോകുന്നു. കോടാനുകളുടെ കച്ചവടം നടക്കാൻ പോകുന്നു. 3200 കോടി രൂപ മുടക്കിയിട്ടാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടാക്കിയത്. 13 വർഷം പിന്നിടുമ്പോൾ അവിടെ എന്ത് കച്ചവടം നടക്കുന്നു? അത് സത്യം പറഞ്ഞാലൊരു എന്താണ്, ചെർണോബിൽ പ്രോജക്റ്റിനെ പോലെ അത് ശരിക്കും വിജയിക്കാത്ത ഒന്നായി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വികസനത്തിൻ്റെയും സാധ്യതകളുടെയും സംസ്ഥാനത്തിൻ്റെ ധനനേട്ടത്തിൻ്റെയും കാര്യം പറയുമ്പോൾ അതൊക്കെ നമുക്ക് വേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് എന്താ പറയുന്നത്, എല്ലാവരെയും പരിഗണിക്കാമായിരുന്നാണ് എൻ്റെ ഒരു ടേക്ക്. അതാണ്. യെസ്, ഓക്കെ, അതാണ്.